ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ഹരിത പ്രഖ്യാപനവുമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിത പദവി പ്രശസ്തി പത്രം വിതരണം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിത പ്രഖ്യാപനവും ഹരിത കർമ്മസേന അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തും ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളും നമ്മളോട് കൂടി നിന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ വരുന്ന മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ ദിനത്തോടനുബന്ധിച്ച് കേരളമൊട്ടാകെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നമ്മുടെ മാലിന്യമുക്ത നവകേരളവുമായി കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളും അതിൻ്റെ ഘട്ടത്തിലാണ്. ഒരുവിധ പ്രവർത്തനങ്ങൾ നമ്മളുടെയും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസം കൊണ്ട് തീരുന്ന പ്രവർത്തനമല്ല, നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങി വെച്ച സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും നമ്മുടെ ഹരിതകർമ്മസേനയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നാൽ ഇപ്പോൾ ഏകദേശം നമ്മൾക്കൊരു 90% എന്ന് തന്നെ പറയാം, എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനോടുകൂടി സഹകരിച്ച നമ്മുടെ ഹരിതകർമ്മസേനയ്ക്കും അതുപോലെ തന്നെ മുഴുവൻ നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ നാട്ടുകാർ സ്ഥാപനങ്ങൾക്കുമൊക്കെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹരിത പ്രഖ്യാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഘടകസ്ഥാപനങ്ങൾ. ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 356 അയൽക്കൂട്ടങ്ങൾ, 37 സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 18 വിദ്യാലയങ്ങൾ, 43 അംഗനവാടികൾ, 1 കോളേജ് എന്നിവയ്ക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിത പദവി നൽകി ആദരിക്കുകയുണ്ടായി. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഹരിത പദവി നൽകി ആദരിച്ചത്. പരിപാടിയുടെ ഭാഗമായി മേപ്പാടം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികളും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിഷയമായി ബന്ധപ്പെട്ട തുടക്കം 2019 ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കേരളമെമ്പാടും ആരംഭിക്കുകയും 2020 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വരികയും ആ തുടക്കകാലത്ത് തന്നെ ഹരിതകർമ്മസേന പ്രവർത്തനം ആകെ താറുമാറി. വീണ്ടും 2021 അവസാനിക്കുമ്പോൾ 2022 തുടക്കത്തിൽ പഴയ ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ ഇതെന്തോ ഒരു മോശങ്ങളിലാണ് എന്ന രീതിയിലുള്ള പൊതുവായ ഒരു ധാരണ സമൂഹത്തിൽ ഉണ്ടാവുകയും അന്ന് കുറെ പേർ അന്നുണ്ടായിരുന്ന പരിശീലനം ലഭിച്ചിട്ടുള്ള പല ആളുകൾ അതിൽ നിന്ന് സ്വമേധയാ പിന്മാറുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജിത ബിനീഷ്, എ ഇ ഗോവിന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശ്രീവിദ്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, വാർഡ് മെമ്പർമാരായ എ അസനാർ, ടി ഗോപാലകൃഷ്ണൻ, വി കെ നിർമ്മല, ഗീത ഉണ്ണികൃഷ്ണൻ, അംബിക കെ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ രമ്യ ശേഖർ എന്നിവർ സന്നിഹിതരായിരുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറി എ വി സന്ദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള സംസ്ഥാന സഹകരണ ബാങ്ക്
CC വിനോസ് ചേലക്കര.